നമസ്കാരം. എല്ലാവർക്കും സ്പോട്ട് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൻ്റെ സെൻട്രൽ പാനൽ ജൂറി അംഗമായിട്ടുള്ള പ്രദീപ് നായർ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാന ദേശീയ ചലച്ചിത്ര അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അതുകൂടാണ്ട് തന്നെ കൂട്ടുചേർന്നുള്ള കളി, ദൃശ്യമോഹനം അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സിനിമ പഠന പുസ്തകങ്ങളുടെ രചയിതാവും കൂടിയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്തായിരുന്നു ജൂറിയുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചിരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇങ്ങനൊരു ഔട്ട്കമ്മിലേക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്ക് പ്രദീപ് നായർ സാറിനോട് ചോദിച്ച് അറിയാം. സാർ, വെൽക്കം ടു ദി ഷോ. സാർ, ഇനി ആദ്യമായിട്ട് തന്നെ ചോദിക്കാനുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സിനിമ, ഇപ്പോൾ ഏതൊരു ഭാഷയിലും ഒരു സിനിമ ആയിക്കോട്ടെ, ആ ഒരു സിനിമ ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെടേണ്ടപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ചൊരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇല്ല, ആ പ്രോസസ്സ് എന്ന് പറയുമ്പം നിങ്ങൾ ദേശീയ അവാർഡിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇന്ത്യയിൽ ദേശീയ അവാർഡ് തുടങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹമാണ് 1949 ഇന്ത്യൻ സിനിമയുടെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് പഠിക്കാനും സിനിമയുടെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനും വേണ്ടിയിട്ട് SK പാട്ടീൽ എന്ന് പറയുന്ന ആളെ ചെയർമാനാക്കിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ട്, ആ കമ്മിറ്റിയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ സമർപ്പിച്ച റിപ്പോർട്ടിലായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യൻ സിനിമയുടെ നവീകരണത്തിനും അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലിനും വേണ്ടിയിട്ട് ദേശീയ തലത്തിലൊരു അവാർഡ് സിനിമയ്ക്ക് ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന നിർദ്ദേശങ്ങൾ. രണ്ടാമത്തത് ക്വാളിറ്റി സിനിമയ്ക്ക് അല്ലെ ഗുഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് കണ്ടെത്തണം. അത്തരത്തിലുള്ള സിനിമകളെ സഹായിക്കാനും നിർമ്മാണ പദ്ധതിക്ക് സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫണ്ട് ഉണ്ടാക്കണം എന്നും ആ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1953 ഇന്ത്യയിലെ ദേശീയ ചലച്ചിത്ര അവാർഡ് ആരംഭിക്കുന്നത്. അതിനെ തുടർന്നിട്ട് അതിന് മുമ്പായിട്ട് 1952 ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ചലച്ചിത്രമേള നടത്തുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ തുടർന്നുള്ള വർഷങ്ങളിലാണ് ഈ സിനിമയെ സഹായിക്കുന്നതിന് വേണ്ടി, സിനിമയ്ക്ക് സാമ്പത്തിക സഹായം ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ചു. ആ പ്രസ്ഥാനം ഇപ്പോൾ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ NFDC എന്നുള്ള പേരിലാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ 1952 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ഇന്ത്യയുടെ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ ന്യൂഡൽഹിയിൽ നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ചലച്ചിത്ര പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത് ഈ രാജ്യത്തിൻ്റെ രാജ്യനിർമ്മിതിക്ക് വേണ്ടിയിട്ട് ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു സംഭാവന ആഹ്വാനം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ ദേശീയ അവാർഡ് ഉണ്ടാവുന്നത്. അതിനെ തുടർന്ന് ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും, കോവിഡ് വന്നിട്ടുള്ള 1-2 വർഷങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് അവാർഡുകൾ നടക്കുന്നുണ്ട്. അത് ഓരോരോ വർഷത്തെ ജനുവരി 1 മുതൽ വർഷാവസാനം ഡിസംബർ 31 വരെ സെൻസർ ചെയ്തിട്ടുള്ള സിനിമകളാണ്. എല്ലാ ഭാഷകളിലുള്ള സിനിമ, അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളുണ്ട്. ആ ഭാഷകളിൽപ്പെട്ട എല്ലാ സിനിമകളും ഈ അവാർഡിനായിട്ട് താല്പര്യമുള്ളവർക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് മികച്ച സിനിമയും മറ്റുള്ള ഇതെല്ലാം തിരഞ്ഞെടുക്കുന്നത്. അത് വലിയൊരു പ്രോസസ്സാണ്. വലിയ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട സമയമെടുക്കുന്ന, ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിച്ചിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സിനിമകളുടെ എണ്ണം കൂടി. അതായത് അവാർഡിനായിട്ട് സമർപ്പിക്കുന്ന സിനിമകളുടെ എണ്ണം കൂടി. ഈ വർഷം തന്നെ 332 സിനിമകളായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സിനിമകളെ ഭാഷാടിസ്ഥാനത്തിൽ വീണ്ടും ഒരു റീജിയണൽ പാനൽ ജൂറികളുണ്ട്. ആ റീജിയണൽ പാനൽ ജൂറി ഇപ്പോൾ മലയാളം, തമിഴ് അതിനൊരു ജൂറി, തെലുങ്ക്, കന്നഡ അതിനൊരു ജൂറി, ഗുജറാത്തി, മറാത്തി, ഹിന്ദി അതിനൊരു ജൂറി, പിന്നെ നോർത്ത് ഈസ്റ്റേൺ ലാംഗ്വേജ്, വെസ്റ്റേൺ ഇന്ത്യ, ബംഗാൾ പോലുള്ള ആ ഭാഷയിലുള്ള സിനിമകൾ കാണുന്നതിനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മൊത്തം 5 ജൂറി, 5 അംഗങ്ങളടങ്ങുന്ന 5 റീജിയണൽ ജൂറീസ് ഉണ്ട്. ആ റീജിയണൽ ജൂറീസ് ഈ മൊത്തം സിനിമകൾ കണ്ടിട്ട് അവർ തിരഞ്ഞെടുക്കുകയാണ്. അവർ തിരഞ്ഞെടുക്കുന്ന ഒരു 50-60 സിനിമകളാണ് സെൻട്രൽ പാനൽ ജൂറി കാണുന്നത്. സാർ, ഇപ്പോൾ ഈ റീജിയണൽ ജൂറി തിരസ്കരിച്ചിട്ടുള്ള സിനിമകൾ
സെൻട്രൽ ജൂറിക്ക് തിരിച്ചു വിളിക്കാനായിട്ടുള്ളത്? അല്ല, റീജിയണൽ ജൂറി അങ്ങനെ എല്ലാ സിനിമകളും തിരസ്കരിക്കാറില്ല. അപ്പോൾ അവർക്കും പരിമിതികളുണ്ട്. അപ്പോൾ അവർക്ക് ലഭ്യമായിട്ടുള്ള സിനിമകളിൽ നിന്ന് ഇത്ര സിനിമകൾ തിരഞ്ഞെടുക്കണം എന്നുണ്ട്. മനസ്സിലായല്ലോ? അതിനൊരു എണ്ണമുണ്ട് അവർക്ക് വന്നിട്ടുള്ള. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ വർഷം 49 സിനിമകളാണ് മൊത്തത്തിൽ സബ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ 49 സിനിമകളിൽ നിന്ന് ഇത്ര സിനിമകൾ സെലക്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അവരനുസരിച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പം പിന്നീട് വരുന്ന ഒരു സെൻട്രൽ പാനൽ ജൂറിക്ക് തോന്നുകയാണ് ഇന്ന ഭാഷയിലുള്ള ഒരു സിനിമയുണ്ടല്ലോ, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് നല്ല സിനിമയാണെന്ന് അവർ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ അത് ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ട് വിലയിരുത്താം എന്ന് ഉള്ള അഭിപ്രായം വരികയാണെങ്കിൽ കമ്മിറ്റി കൂട്ടായിട്ട് തീരുമാനിച്ച്, പ്രത്യേകിച്ചും അതിൻ്റെ മിനിസ്ട്രിയുടെ ഒരു അനുമതിയോടുകൂടി അത് വീണ്ടും അതിനെ കാണാനായിട്ട് വീണ്ടും വിളിച്ചു വരുത്തി കാണുന്ന ഒരു രീതി. അങ്ങനെ റീകോൾ ചെയ്ത സിനിമകളുണ്ടായിരുന്നു ഇപ്രാവശ്യം? അല്ല, മൊത്തത്തിൽ ഈ വർഷം ഉണ്ടായിരുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ റീകോൾ ചെയ്ത് അടക്കം ഉള്ള, അത് ഞാൻ എൻ്റെ എണ്ണം പറയുന്നില്ല, എല്ലാ സിനിമകളുടെ 60 സിനിമകളാണ് മൊത്തത്തിൽ സെൻട്രൽ പാനൽ ജൂറി കണ്ടത്. 60 സിനിമകളാണ്. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ വന്നിട്ടുള്ളത് മറ്റേ കേരള സ്റ്റോറിയുടെ കാര്യമാണ്. സാർ നേരത്തെ സംസാരിച്ചപ്പോഴും പറയുണ്ടായിരുന്നു, രാജ്യത്തിൻ്റെ ഐക്യത്തിന് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല, പുരോഗതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമകൾ എന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് ഈ ദേശീയ അവാർഡ് രൂപപ്പെടുത്തുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ രാജ്യാന്തര ചലച്ചിത്രമേള രൂപപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി അന്നത്തെ സിനിമാ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് ദേശത്തിൻ്റെ വികസനത്തിന് സിനിമാ പ്രവർത്തകരുടെ ഒരു സംഭാവന ആവശ്യം, നിങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന സിനിമ മുഴുവൻ ദേശത്തിനെ പ്രകീർത്തിക്കുന്ന സിനിമയാണെന്നല്ല. ഈ വിഘടനവാദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമയാണല്ലോ നമ്മളീ പറയുമ്പോൾ. ഒരു തരത്തിൽ കേരള സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു പ്രൊപ്പഗൻഡ സിനിമയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ആശയധാരയുടെയോ ഇംഗിതത്തിന് മുഴങ്ങിയിട്ട് മാത്രം ഉള്ള രീതിയിൽ ഒരു സമൂഹത്തിനെ മൊത്തം പഴി ചൊല്ലുന്ന രീതിയിലുള്ളൊരു സിനിമയായിട്ടാണ് കേരളം, അല്ലെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അതിനെ എടുത്തിട്ടുള്ള. കുറച്ച് സംസ്ഥാനങ്ങളിൽ ബാൻ ചെയ്യുക വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ ഈ നാഷണൽ അവാർഡിന് പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ ബെസ്റ്റ് ഡയറക്ഷനും ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫിക്കും വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ സാറേ? പ്രശ്നങ്ങളെന്നുള്ളതല്ല, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ആ സിനിമ കേരളത്തിൽ ഒരുപാട് വിവാദം ഉണ്ടാക്കി. കേരളത്തിൽ ആ സിനിമയുടെ രാഷ്ട്രീയം, പൊതുവേ കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും എതിർത്തു. കേരളത്തിൽ ആ സിനിമയുടെ പ്രദർശനം തടയുകയുണ്ടായി. ഒരു കാരണവശാലും ആ സിനിമ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെ, അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള ഒരു കേരളത്തിൻ്റെ ചരിത്രത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള സിനിമയാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ആ രീതിയിലായിരുന്നു ആ സിനിമയെ നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. അതോടൊപ്പം ദേശീയ അവാർഡ് ജൂറി ഈ സിനിമയെ പരിഗണിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത്തരം ഘടകങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മൊത്തത്തിലുള്ള ജൂറി അംഗങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ജൂറി അംഗങ്ങളുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലാണ് ഈ സിനിമ ഏറ്റവും അധികം ഇഷ്യൂ ഉണ്ടാക്കിയത്, എതിർപ്പ് ഉണ്ടാക്കിയത്. മറ്റു സംസ്ഥാനങ്ങളിലേക്കും തമിഴ്നാട്ടിലോ പശ്ചിമ ബംഗാളിലൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം ഞാനതിനെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രൊപ്പഗൻഡ സിനിമയാണ്. അതിനൊരു ആസ്തറ്റിക് ക്വാളിറ്റി, അത് ഒരു അവാർഡിന് പരിഗണിക്കാത്ത രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഇല്ല. തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കേണ്ട സിനിമയാണെന്നുള്ള കാര്യം എനിക്ക് അഭിപ്രായമില്ല. ഞാൻ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടും അതിൻ്റെ ആ വാദഗതി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൊപ്പഗൻഡ സിനിമ തന്നെയാണ്. ഓക്കെ, പ്രൊപ്പഗൻഡ സിനിമയാണെങ്കിൽ പോലും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ സിനിമയെ ഞാൻ എങ്ങനെയാണോ അതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാദഗതികൾ എങ്ങനെയാണോ പറയുന്നത് എന്നതുപോലെ തന്നെ അവർക്കും അവരുടേതായ വാദഗതികളുണ്ട്. സിനിമ മികച്ചതാണ്, അല്ലെങ്കിൽ ആ സിനിമ തള്ളിക്കളയേണ്ടതല്ല എന്ന് വ്യക്തമാക്കുന്ന, അന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാദഗതികൾ അവരും ഉന്നയിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ രണ്ട് വാദഗതികൾ ഉന്നയിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു നിയമസഭയിലോ അല്ല ലോക്സഭയിലോ നടക്കുന്ന പോലെ നല്ല ഒരു ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകൾക്ക് ഒടുവിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ചേർത്തുകൊണ്ട് അത് വോട്ടിലിടുകയും ചെയ്യുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിത് മികച്ച സിനിമയല്ല എന്ന് അംഗീകരിക്കും എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ പകരമായിട്ട് മറ്റൊരു സിനിമയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് എൻ്റെ സിനിമ, ഇതാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന മികച്ച സിനിമ എന്ന് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സിനിമ, എൻ്റെ ഭാഷയിൽ നിന്നുള്ള ഒരു സിനിമ. അപ്പോൾ മറ്റു ജൂറി അംഗങ്ങൾ പറയുന്നത് അതല്ല, ഇതാണ് മികച്ച സിനിമ എന്ന് പറയും. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇതാണ് മികച്ച സിനിമ, ഇത് ഒരു കാലഘട്ടത്തിൽ പ്രസക്തമായ വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് അവർ
വാദിക്കുന്നു മറുവാദം എന്ന് അവർ എന്നിട്ട് ആ സിനിമ അവർ ആ തരത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ രണ്ടും വോട്ടിനിടുകയും ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു ജനാധിപത്യ രീതിയിലല്ല, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൂടുതൽ വോട്ട് അതിന് കിട്ടുകയും ആ സിനിമയ്ക്ക് അംഗീകാരം കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ജൂറി അംഗം എന്ന നിലയിൽ നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ വാദഗതി ഉന്നയിച്ചു, ഞാനതിനെ എതിർത്തു. പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും വോട്ടിംഗ് ആണല്ലോ ഏറ്റവും ഇതായിട്ടുള്ളത്. അല്ല സാർ, ഒന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ സാറിനെ നഖശികാന്തം സാറിനെ ആക്രമിക്കുന്ന രീതിയിലുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം. അപ്പോൾ അവർ പറയണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പോയ ആൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പൊക്കൂടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസാരത്തിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, അതെനിക്ക് തോന്നുന്നു അവർക്ക് ഈ ദേശീയ സിനിമ അവാർഡിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിനെ കുറിച്ച് മതിയായ അറിവില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ സെൻട്രൽ പാനൽ ജൂറി അംഗം എന്ന നിലയിൽ ആദ്യമാണ്. ഇതിനു മുമ്പ് മറ്റൊരു ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എല്ലാ ഈ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള സിനിമ അവാർഡുകൾ, ഇതുപോലത്തുള്ള അവാർഡുകളെല്ലാം തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ജൂറിക്ക് പരമ സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ ദേശീയ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലും അവസാനം ഈ ജൂറി റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനും പ്രസൻറ്റ് ചെയ്യുന്ന സമയം വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് തന്നെയാണ്. ആരും അതിനെ ഒരു തരത്തിലുള്ള ഇടപെടൽ ഇന്ന സിനിമയ്ക്ക് കൊടുക്കണം, ഇന്ന സിനിമയ്ക്ക് കൊടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അത് ഈ ദേശീയ അവാർഡിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെ പറയുന്നുണ്ട്. മറ്റു തരത്തിലുള്ള യാതൊരു ഇടപെടലുണ്ടാൽ ജൂറിക്കാണ് ഇതിനകത്ത് പരമാധികാരം. മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇടപെടൽ ഉണ്ടാകാറുമില്ല. ജൂറിക്കാണ് ഇതിനകത്തെ പരമാധികാരം. ജൂറിയുടെ ബോധ്യത്തിനനുസരിച്ചാണ് ജൂറി സിനിമ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ് ആ ജൂറിയുടെ ബോധ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എതിർക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ അതിനെ അനുകൂലിക്കുന്നു. മനസ്സിലായില്ല. അപ്പോൾ അയാൾക്ക് അയാളുടേതായ വാദങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായ വാദഗതികളുണ്ട്. അങ്ങനെയാണ് അതിനെ വോട്ടിലിടുമ്പോഴത്തേക്കാണ് അത് ഭൂരിപക്ഷ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സെലക്ട് ചെയ്യണം. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ചില ടെലിവിഷൻ ചാനലുകളിലൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ചില ഹിഡൻ അജണ്ടകളുമുണ്ട്, രാഷ്ട്രീയമായ അവരുടെ ചില താല്പര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന അവാർഡ് ഒരിക്കലും അതിനകത്ത് രാഷ്ട്രീയമായ താല്പര്യം ഉണ്ട് എന്നുള്ള അവരുടെ ചില ബോധ്യം, അല്ലെങ്കിൽ അവരുടെ അത്തരത്തിൽ അതിനെ പ്രചരിപ്പിക്കേണ്ടതായ ചില ആവശ്യകത അവർക്കുള്ളത് കൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. അപ്പോൾ അതല്ലാതെ അപ്പോൾ അവർ എന്നോട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. ആസ് എ ജൂറി മെമ്പർ എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു ചാനൽ മീഡിയകളിൽ നിന്ന് എന്നോട് എന്തായിരുന്നു അവിടെ നടന്നത് എതിർത്തിരുന്നോ? സാറിൻ്റെ എതിർപ്പ് അറിയില്ല? ഇതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. അല്ല, വ്യക്തമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ വാദഗതികൾ ഞാൻ ഉന്നയിച്ചെന്ന് പറഞ്ഞല്ലോ. അല്ല, സാറിൻ്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ട വിധം പരിഗണന ലഭിച്ചു എന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അത് ആരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ അല്ല അതിനെ അംഗീകരിക്കാതെ ഇരിക്കത്തില്ലല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ചട്ടക്കൂട്, അങ്ങനെയാണല്ലോ. അല്ലാതെ നിങ്ങൾ പറയുന്ന അഭിപ്രായം വേണ്ട എന്നുള്ള രീതിയിലുള്ള യാതൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും അഭിപ്രായം, എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും അഭിപ്രായം അതിനകത്ത് കേട്ടിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാവരും കൂട്ടായിട്ട് ചേർന്നിട്ടുള്ളൊരു തീരുമാനമാണല്ലോ. അപ്പോൾ ആ കൂട്ടായിട്ടുള്ള തീരുമാനത്തിൽ ഒരാളതിനകത്ത് യോജിക്കുന്നില്ല, വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ വോട്ടിങ് വരുമ്പോഴത്തേക്കും അത് മാറുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലുള്ള കേരളത്തിൽ നിന്നുള്ള ഇതുപോലുള്ള ചില മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയ താല്പര്യം ഉള്ളതുകൊണ്ട് അവർ വസ്തുതകളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, യഥാർത്ഥ വസ്തുതകളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവരുടെ താല്പര്യങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുന്ന രീതിയിലോ വാർത്തകളോ അല്ലെങ്കിൽ ചർച്ചകളോ നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സാമാന്യ പ്രേക്ഷകൻ ഈ ദേശീയ അവാർഡിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന അവാർഡിൻ്റെ അതിൻ്റെ ഒരു മഹത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് അവാർഡുകളുണ്ട്, ഒരുപാട് സ്വകാര്യ അവാർഡുകൾ, ഇപ്പോൾ അല്ലേ, ഒരുപാട് അവാർഡുകളുണ്ട്. ഫിലിം ഫെയർ വേറൊരു ഇതാണ്, ഒരു പബ്ലിക്കേഷൻ, അവർ വളരെ വർഷങ്ങളായിട്ട് നടത്തുന്ന അവാർഡാണ്. അത് മാറ്റി നിർത്തുക. അതല്ലാതെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തന്നെ ഒരുപാട് സ്വകാര്യ മാധ്യമങ്ങൾ നടത്തുന്ന അവാർഡുകളുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ നടത്തുന്ന അവാർഡുണ്ട്. അവർക്ക് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിന് അവർക്ക് താല്പര്യമുള്ള സിനിമയ്ക്കോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കോ കൊടുക്കുന്ന അവാർഡുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. അതൊക്കെ ഒരു കൊമേർഷ്യൽ എയിം വെച്ചിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അവാർഡുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു
ക്വാളിറ്റി അസസ് ചെയ്യുന്നില്ല. അപ്പോൾ ദേശീയ അവാർഡിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് സിനിമയുടെ ഒരു കലാപരമായ ക്വാളിറ്റി, ടെക്നിക്കലായിട്ടുള്ള ക്വാളിറ്റി, പിന്നെ അതിൻ്റെ സാംസ്കാരികമായും അതിൻ്റെ ഒരു സോഷ്യൽ റിലവൻസ്, ഇതെല്ലാം അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വൈവിധ്യമായ സാംസ്കാരികതയെ ഉൾക്കൊള്ളുന്ന രീതിയിൽ, അതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ സിനിമയെ ആവിഷ്കരിക്കുന്നുണ്ടോ എന്നും അത് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായ പല തലങ്ങളിലൂടെയുള്ള ചർച്ചകളിലൂടെയും പരിശോധനകളിലൂടെയാണ് ഒരു സിനിമ അംഗീകരിക്കപ്പെടുന്നത്. അത് ഇത്രയും അവാർഡുകൾ, 40ഓളം കാറ്റഗറിയിലുള്ള അവാർഡുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അവാർഡുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ അതല്ലാതെ ആരെങ്കിലും ഇരുന്ന് വളരെ നിസ്സാരവത്കരിച്ച് പറയുന്ന പോലെയല്ല. അപ്പോൾ അത് ഒരു പൊതുവേ നമ്മുടെ നാട്ടിൽ കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഈ വർഷം മാത്രമല്ല, കുറേ വർഷങ്ങൾ, ഞാൻ തന്നെ എൻ്റെ ഈ പുസ്തകത്തിന് 2022 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിനകത്ത് ഒരു ലേഖനം തന്നെ അതിനകത്ത് പറഞ്ഞു, അവാർഡുകൾ, മാധ്യമങ്ങൾ, പ്രേക്ഷകർ എന്ന് പറഞ്ഞൊരു ലേഖനം മുമ്പ് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തിരുന്നത്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ ചലച്ചിത്ര അവാർഡിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അതവരുടെ ഒരു രാഷ്ട്രീയം. അപ്പോൾ ആ മാധ്യമം മാത്രമല്ല, വേറെ 2-3 സിമിലറായിട്ടുള്ള ഇത്തരം മാധ്യമങ്ങളെല്ലാം തന്നെ അതെല്ലാം അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. രാഷ്ട്രീയ അജണ്ട ഉള്ള മാധ്യമങ്ങൾ അങ്ങനെയെല്ലാം കൈകാര്യം ചെയ്തത്. അതല്ലാത്ത പൊതുമാധ്യമങ്ങളൊന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല, അല്ലേ? കാര്യം ആദ്യം ഈ അവാർഡ് നമ്മുടെ ഇവിടെ പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മറ്റ് മന്ത്രിമാർ എല്ലാവരും അതിനെ എതിർത്തിരുന്നു. കേരള സ്റ്റോറിയെ എതിർത്തിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ച കാര്യം അതിനകത്ത് മാധ്യമങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് വീണ്ടും ഇത് ആ വിഷയം വിട്ടിട്ട് മറ്റ് ചില വിഷയങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തുകയായിരുന്നു. അപ്പോൾ ഞാനതിനകത്തൊന്നും വ്യക്തിപരമായിട്ട് പ്രതികരിക്കാൻ പോയില്ല. അതെന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ പേരെടുത്ത് പറഞ്ഞെങ്കിൽ പോലും ഞാനതിനകത്ത് വ്യക്തിപരമായിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്രയും സംസാരിച്ചത് തന്നെ. ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു, മറ്റേ ഉർവശിക്ക് അവാർഡ് ഇപ്പോൾ മികച്ച സഹനടിക്കുള്ള അവാർഡാണ് കൊടുത്തിട്ടുള്ളത്. അത് ഷെയർഡായിട്ടുള്ള അവാർഡായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊഴുക്കിൽ ശരിക്കും നായിക കഥാപാത്രം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സഹനടിയിലേക്ക് അത് ചുരുക്കപ്പെട്ടു എന്നുള്ള അല്ലല്ല, ഉള്ളൊഴുക്കിലെ നായിക കഥാപാത്രമല്ല. അപ്പോൾ ആ അവാർഡിൻ്റെ കാറ്റഗറിയുടെ ടൈറ്റിൽ തന്നെ ഒന്ന് നോക്കണം. അതായത് ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ സപ്പോർട്ടിംഗ് റോൾ. മികച്ച നടി തന്നെയാണ്, പക്ഷേ അത് സപ്പോർട്ടിംഗ് റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ കണ്ട് ഞങ്ങൾ അനലൈസ് ചെയ്ത് തന്നെയാണ്. കാര്യം ആ സിനിമയിലെ പ്രധാന കഥാപാത്രം പറഞ്ഞാൽ പാർവതി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. അവരുടെ അത് വന്നു കാണും. സംസ്ഥാന അവാർഡിലോ മറ്റേതെങ്കിലും അവാർഡിലോ സ്വാഭാവികമായിട്ടും വന്നു കാണും. പക്ഷേ അതൊരിക്കലും ദേശീയ അവാർഡ് ജൂറിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. മറ്റെവിടെയെങ്കിലും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും കാറ്റഗറി കിട്ടിയിട്ടുണ്ടോ, അതൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. ദേശീയ അവാർഡിനെ സംബന്ധിച്ച് അതൊരു പ്രത്യേക തലത്തിലേക്ക് ആണ് ജൂറി പരിഗണിക്കുന്നത്. വിജയരാഘവൻ്റെ കേസ് വരും. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അതിനകത്ത് ഈ ഉള്ളൊഴുക്കിനെ സംബന്ധിച്ച് ഉള്ളൊഴുക്കിൻ്റെ പ്രധാന കഥാപാത്രം പാർവതിയുടെ കഥാപാത്രം തന്നെയാണ്. അവരുടെ ജീവിതമാണ് ആ സിനിമ. അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന, അവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവർ ഇമോഷണലായിട്ട് അവരോടൊപ്പം ചേരുന്ന കഥാപാത്രമാണ് ഈ അമ്മയുടെ കഥാപാത്രം. ആ സിനിമ തുടങ്ങുന്നതും പാർവതിയിലാണ്, അവസാനിക്കുന്നതും അവരുടെ ജീവിതത്തിലാണ്. അപ്പോൾ അതിനെ വ്യക്തമായി വിലയിരുത്തിയിട്ട് മാത്രമാണ് അങ്ങനെ അവാർഡ് കൊടുത്തിട്ടുള്ളത്. പൂക്കാലത്തെ സംബന്ധിച്ചിടത്തോളം പൂക്കാലം ഈ പറഞ്ഞ രീതിയിൽ തന്നെ പൂക്കാലം അതൊരു സെൻട്രൽ ക്യാരക്ടറാണ്. പക്ഷേ സെൻട്രൽ ക്യാരക്ടർ എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത തരത്തിൽ പരിഗണിച്ചിരുന്നു എങ്കിൽ പോലും അതിലേക്ക് വരത്തത്ത രീതിയിലുള്ള ചില ഘടകങ്ങൾ അതിനകത്ത് പിന്നോക്കം പോകുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അങ്ങനെയുള്ള അതിനകത്ത് ചില ഘടകങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇദ്ദേഹമാണ് ലീഡ് ക്യാരക്ടറെങ്കിലും ആ സിനിമയുടെ ഒരു ഘടനാപരമായിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് കഥാപാത്രങ്ങൾ വേറെ വന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം പല പ്രധാന മുഹൂർത്തങ്ങളിലും ഈ നായക കഥാപാത്രത്തിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോകുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. വേറെ പല കഥാപാത്രങ്ങളും വന്ന് ചേർന്ന് അങ്ങനെ അത് ആ സിനിമയുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു രീതി. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും ചേർന്ന് ചെന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജൂറിയെ സംബന്ധിച്ചിടത്തോളം ആ ജൂറിക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ആ നായക കഥാപാത്രത്തെ വിലയിരുത്തുമ്പോഴത്തേക്ക്. അപ്പോൾ അതാണ് അതിനകത്ത് സംഭവിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഒരു നടൻ എന്നുള്ള രീതിയിൽ, സഹകഥാപാത്രം എന്നുള്ള രീതിയിൽ, അല്ലെ സപ്പോർട്ടിംഗ് ക്യാരക്ടർ എന്ന രീതിയിൽ അതിനെ പരിഗണിച്ചത്.
അത് ഇവിടെ പല അവാർഡും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അത് വന്നത്. അപ്പോൾ അതാണ് ഈ സിനിമ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കഥാപാത്രങ്ങൾക്കുടെ ഒരു പൂർണ്ണതയുണ്ടല്ലോ, അത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നായക കഥാപാത്രം എന്നില്ല, അല്ലെ നായിക കഥാപാത്രം അതിൻ്റെ ഒരു പൂർണ്ണത പരിശോധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനൊരു പൂർണ്ണത വന്നിട്ടില്ല പലപ്പോഴും. അഭിനയപരമായല്ല ഞാൻ പറഞ്ഞത്, കഥാപാത്രത്തിൻ്റെ ഘടനയല്ല ഞാൻ പറഞ്ഞത്, ആ കഥാപാത്രത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന ഒരു പൂർണ്ണത. അപ്പോൾ ജവാനിലേക്ക് വരുമ്പോഴോ? അല്ല, ജവാൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഞാനതാ പറയാൻ വന്നത്. അതായത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് കാലാകാലങ്ങളിൽ ഒരു സിനിമാ പോളിസികളുണ്ട്, ഫിലിം പോളിസി. ഇപ്പം ഞാൻ ആദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു പോളിസികളെ കുറിച്ച് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 2014 മുതലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കൂടുതൽ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബയോപിക്കുകൾ, വാർ ഫിലിംസ്, അല്ലെ സ്പോർട്സ് ഫിലിംസ്, അങ്ങനെയുള്ള പല കാറ്റഗറി, അല്ലെ സോഷ്യൽ മെസ്സേജുകൾ ഉൾക്കൊള്ളുന്ന സിനിമകളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ജവാൻ എന്ന് പറയുന്ന സിനിമ അതൊരു അതിനകത്ത് ഷാറൂഖ് ഖാനാണ് അതിനകത്ത് അവാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ അഭിനയം ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല. ഷാറൂഖ് ഖാൻ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാൾ തന്നെയാണ്. മികച്ചതെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഷാറൂഖ് ഖാന് മാത്രമല്ല അതിനകത്ത് അവാർഡ് വന്നിട്ടില്ല, ഒരേ സമയം 2 പേർക്കാണ് വന്നിരിക്കുന്നത്, മനസ്സിലായല്ലേ? ഷാറൂഖ് ഖാൻ്റെ അവാർഡ്, ഷാറൂഖ് ഖാൻ ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു മെയിൻ സ്ട്രീം ബിഗ് കൊമേഴ്ഷ്യൽ സിനിമ, അത് ഒരു നാഷണൽ, എന്താ പറഞ്ഞ, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. അത്തരത്തിലുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗം അതിനെ അംഗീകരിക്കുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് ഷാറൂഖ് ഖാൻ്റെ കഥാപാത്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി സിനിമ എന്ന തലത്തിലാണ് 12th ഫെയിലിലെ കഥാപാത്രത്തിന് വിക്രാന്ത് മസാനിക്കും അവാർഡ് വന്നിട്ട്. സാർ, ഇതിൻ്റെ വേറൊരു ആക്ഷേപം ഉണ്ടായിരുന്നു ഈ ഷാരൂഖ് ഖാൻ്റെ കേസ് പറഞ്ഞ കൂട്ടത്തിൽ. നമ്മുടെ 2004 സ്വദേശ് റിലീസാകുമ്പോഴത്തേക്കും അശുതോഷ് ഗോവാരിക്കർ തന്നെയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ, അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ സ്വദേശിന് അന്ന് കിട്ടാണ്ട് പോയിട്ട് ഹംതുമിന് സെയ്ഫ് അലി ഖാനായിരുന്നു അന്ന് അവാർഡ് കിട്ടിയത്. അത് എനിക്ക് അവാർഡ് കിട്ടിയ വർഷം തന്നെയാണ് അത്. അന്ന് ഈ സെയ്ഫ് അലി ഖാൻ അവാർഡ് കിട്ടിയപ്പോൾ കേരളത്തിൽ അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. അതായത് സെയ്ഫ് അലി ഖാൻ ഒരു കോമാളി എന്ന രീതിയിൽ കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർ പോലും പറഞ്ഞു. പക്ഷേ അത് എനിക്ക് മനസ്സിലാകുന്നില്ല, അവരൊക്കെ നല്ല നടന്മാർ തന്നെയാണല്ലോ. എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്? ഇപ്പോൾ ഷാരൂഖ് ഖാൻ അവാർഡ് സാർ ക്വസ്റ്റ്യൻ പൂർണ്ണമാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ 71ാമത്തെ ചലച്ചിത്ര അവാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശുതോഷ് ഗോവാരിക്കർ തന്നെയാണ് ഇതിൻ്റെ ചെയർ ആയിട്ട് വരുന്നത്, ചെയർമാനായിട്ട് വരുന്നത്. 2004 സ്വദേശിലൂടെ ഷാരൂഖ് ഖാന് കിട്ടാതെ പോയിരുന്ന അവാർഡ് പുള്ളി വെച്ച് ചുമ്മാ കൈവച്ചു. അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് ഇപ്പം ഷാരൂഖ് ഖാൻ്റെ 2 സിനിമകളാണ് ഇത്തവണ കോമ്പറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒന്ന് പഠാൻ ഉണ്ടായിരുന്നു, ഒന്ന് ജവാനും ഉണ്ടായിരുന്നു, മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു നടനെ എന്തിനാ മാറ്റി നിർത്തുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ അയാളെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അല്ല ജൂറി ചെയർമാൻ അത്തരത്തിലുള്ള ഒരു പുഷിങ് നടത്തിയിട്ടേ ഇല്ല. അതിനകത്ത് വളരെ സ്വതന്ത്രമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് ഈവൻ ഷാറൂഖ് ഖാൻ്റെ ആ ഒരു അവാർഡ് പോലും അവസാന ഘട്ടത്തിലാണ് വന്നത്. അപ്പോൾ അത് എന്താ പറയുക, ഈ പറഞ്ഞ രീതി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞൊരു ഗ്ലോബലി ബിസിനസ് ചെയ്യുന്ന സിനിമകളെ പിന്തുണയ്ക്കുന്ന അതൊരു കേന്ദ്ര നയത്തിൻ്റെ ഭാഗം കൂടെയാണ്. അതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം മറ്റേ അല്ലു അർജുൻ്റെ സിനിമയൊക്കെ അങ്ങനെ കാര്യം. അതൊരു പുഷ്പ 2 എന്ന് പറയുന്ന, അല്ല പുഷ്പാട്ടൊക്കെ, അതൊക്കെ ആ തെലുങ്ക് സിനിമ വലിയ ഒരു ഗ്ലോബൽ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ വലിയ ബിസിനസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. മാത്രമല്ല ആ കഥാപാത്രത്തിനൊരു പ്രത്യേകതയുള്ളൊരു കഥാപാത്രമാണല്ലോ. അപ്പം അതൊരു കൊമേഴ്ഷ്യലി സക്സസ്ഫുള്ളായ ഒരു തെലുങ്ക് സിനിമ എന്നുള്ളത് കൊണ്ട് അതിനകത്ത് അഭിനയം മോശമാകുന്നില്ലല്ലോ. വളരെ നാച്ചുറലായിട്ടുള്ള പെർഫോമൻസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ കഥാപാത്രത്തിനകത്ത്, ഈ ജവാനകത്തും ഷാറൂഖ് ഖാൻ്റെ ഒരു പെർഫോമൻസ് തീരെ മോശം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവാർഡിന് പരിഗണിക്കാൻ പറ്റാത്ത തരത്തിൽ കൊള്ളുകയില്ലാത്തതെന്നൊന്നും നമ്മൾ പുച്ഛിച്ച് തള്ളാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. മനസ്സിലായി? അതാ ഞാൻ പറയും, ദേശീയ അവാർഡിനെ സംബന്ധിച്ച് ദേശീയ അവാർഡിനകത്ത് സമർപ്പിക്കപ്പെടുന്ന സിനിമകളെല്ലാം തന്നെ അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നുണ്ട്. ഒന്നിനെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ സിനിമ കൊള്ളുകയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് അത്ര ഉത്തരവാദിത്വത്തോടെയാണ് ഒരു ജൂറിയെ തിരഞ്ഞെടുത്തിട്ടുള്ള. ജൂറി ആ സിനിമകളെ കാണുന്നതും വിലയിരുത്തുന്നതും അത്രമാത്രം ഒരു ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ്.
അപ്പോൾ നമുക്കിഷ്ടമല്ലാത്ത ഒരു സിനിമ അല്ല ഷാറൂഖ് ഖാൻ്റെ അഭിനയം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിനെ എതിർത്തിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗമില്ലേ ലോകത്ത് ആരും പറയില്ല, ഞാൻ തന്നെ ഭയങ്കര വലിയൊരു ലോകം ആരാധകനാണ്. മുഴുവൻ അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന് എന്താ ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ അല്ല സാർ, ഇഷ്ടപ്പെടുന്ന അല്ല ആരാധിക്കുന്ന ഒരുപാട് ആളുകളില്ലേ. അദ്ദേഹം ഒരു മികച്ച നടൻ തന്നെയാണ്. അതല്ല സാർ, പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ ഈ ലാസ്റ്റ് ഇറങ്ങിയ സീറോ അടക്കം നമുക്ക് ഈ പറഞ്ഞ അതായിക്കോട്ടെ, അതുകൊണ്ടല്ല സീറോ പരാജയപ്പെട്ടു അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സിനിമകൾ പരാജയപ്പെട്ടെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ അഭിനയ ശേഷി കുറയുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ സാറ് പറഞ്ഞു ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരുവിധ ഇടപെടലുകളും ഇതിലുണ്ടായിട്ടില്ല എന്ന് സാറ് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ സിനിമ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കലാരൂപമാകട്ടെ, അപ്പോൾ ഇതിലേക്ക് ഇൻ കേസ് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ്സ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, മറ്റൊരു ഭരണകൂടത്തിൻ്റെ പൊളിറ്റിക്സ് കടന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഭാവി എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും? അല്ല, ഞാൻ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഈ ദേശീയ അവാർഡിന് വന്നിട്ടില്ല. അല്ല ഇങ്ങനെ രാഷ്ട്രീയം സിനിമയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അവാർഡ് നിർണ്ണയങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ. സിനിമ രാഷ്ട്രീയമാണല്ലോ. സിനിമയിൽ ഓഫ് കോഴ്സ് രാഷ്ട്രീയം വരുന്നുണ്ടല്ലോ. ഏത് രാജ്യത്തും ഉണ്ടാകുന്ന സിനിമകളിൽ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ആ ജീവിതത്തിൻ്റെ മനുഷ്യാവസ്ഥയാണല്ലോ വരുന്നത്. ആ മനുഷ്യാവസ്ഥ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയത്തിനെ ഞാൻ പറയുന്നത്. അല്ല, ഇപ്പം മനുഷ്യാവസ്ഥ ചിത്രീകരിക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം വരും. ആ രാഷ്ട്രീയം മനുഷ്യാവസ്ഥയും ആ മനുഷ്യൻ നേരിടുന്ന രാഷ്ട്രീയം വരുമ്പോഴത്തേക്കും ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയം കൂടെ ചേർന്നാണല്ലോ അത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ അല്ല നമ്മൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ നാട്ടിലെ എന്താ പറയുക ഭരണകൂടത്തിൻ്റെ ഒരു നിലപാടും കൂടെ ചേർന്നിട്ടുള്ളതാണല്ലോ. എതിരായിട്ടോ അല്ലെ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെ അതിനെ അതിജീവിക്കാനോ നടത്തുന്ന ശ്രമങ്ങളായിരിക്കുമല്ലോ ഒരു സിനിമ എപ്പോഴും അതിൻ്റെ ഒരു പ്രതിപാദ്യ വിഷയമായിട്ടും വരുന്നത്. ശരിയാണ് അല്ലേ? ഇപ്പോൾ താങ്കൾ ചോദിച്ച സംഭവം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഇടപെടലുകൾ വന്നാൽ അതെങ്ങനെ സിനിമയെ അതിജീവിക്കുമെന്നുള്ളത്. സിനിമയുടെ ഭാവി എന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ 1975-77 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു സെൻസർഷിപ്പ് സിനിമയ്ക്ക് നേരിട്ടുണ്ട്. കടുത്ത സെൻസർഷിപ്പ് നേരിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം അവർക്ക് ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത സിനിമകളെ കടുത്ത സെൻസർഷിപ്പ് കൂടെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭരണകൂടത്തിന് താല്പര്യമുള്ള സിനിമകളെ അവർ ആ രീതിയിൽ അതിനൊരു പാട്രണേജ് കൊടുത്തിട്ടുമുണ്ട്. മനസ്സിലായി? പ്രത്യേകിച്ചും ഈ ഗവൺമെൻറ്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് പോളിസികളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില സിനിമകൾ, അതിന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് ഈ ദേശീയ ഗവൺമെൻറ് ഈ കൽക്കരിപ്പാടങ്ങൾ, ഇന്ത്യയിലെ കൽക്കരിപ്പാടങ്ങൾ ഏറ്റെടുക്കുന്ന ഇതുണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടാക്കിയ ആ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഹിന്ദി സിനിമ. അപ്പോൾ അത്തരം സിനിമകൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പാറ്റേണിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഗവൺമെൻറ് പോളിസികളെ, ഗവൺമെൻറ്റിൻ്റെ ഈ വികസന നയങ്ങളെ പിന്തുണയ്ക്കുന്ന ധാരാളം സിനിമകളുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഈ സംവിധായകൻ ശ്യാംബനകളൊക്കെ പോലും തന്നെ ഇപ്പം മന്ഥൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമ, അത് ഗുജറാത്തിലെ മിൽക്ക് സൊസൈറ്റികളെ കുറിച്ച്, അതായത് അമൂൽ എന്നൊക്കെ അമൂൽ കേട്ടിട്ടില്ല, അമൂലിൽ ഈ എന്താ പറയുക മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. പ്രൊഡ്യൂസ് ചെയ്തവരാണ് അതായത് എങ്ങനെയാണ് ഈ ഗ്രാമീണ ജനങ്ങൾ ഈ പാലിൻ്റെ ഉത്പാദനത്തിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടുക അല്ലെങ്കിൽ ജീവിതം ഉയർന്നത് എന്നുള്ള ആ ഒരു സംഭവം ആ സിനിമയിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമ. അത്തരത്തിലുള്ള കുറേ സിനിമകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മുമ്പ് ഞാൻ പറഞ്ഞ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമകളെ എതിർപ്പും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു 80 വരെ അങ്ങനത്തെ നില തുടർന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2014 ശേഷം പലതരത്തിലുള്ള സിനിമകൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ഈ പൊളിറ്റിക്കൽ ബയോപിക്സ്, അല്ലെ സ്പോർട്ട് ഫിലിംസ്, ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ്, വാർ ഫിലിംസ്, ഈ സോഷ്യൽ മെസ്സേജ് ഫിലിംസ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തെയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെയോ സപ്പോർട്ട് ചെയ്യുന്ന, പരോക്ഷമായിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ സപ്പോർട്ട് ചെയ്യുന്ന സിനിമകളുണ്ടാവും. അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇറാനിലൊക്കെ നേരിടുന്ന പോലെ ഉള്ള വലിയൊരു സെൻസർഷിപ്പോ അടിച്ചമർത്തലോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചില ചരിത്ര പ്രവർത്തകർ അതിനെ നേരിടാനുള്ള ഒരു മറുവഴി തേടുകയും ചെയ്യും, അതിനെ അതിജീവിക്കുകയും ചെയ്യും. ഇറാനിൽ തന്നെ ഇപ്പം ജാഫർ പനാഹിയൊക്കെ എത്ര വർഷമായിട്ട് അയാൾ ജയിലിൽ കിടന്നു. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ സിനിമ ഉണ്ടാക്കില്ലേ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരൊരു അണ്ടർഗ്രൗണ്ട് സിനിമ എന്നുള്ള രീതിയിൽ സിനിമ
ചെയ്യാനായിട്ടുള്ള വഴികൾ ചലച്ചിത്ര പ്രവർത്തകർ കണ്ടെത്തും. ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ അടിയന്തരാവസ്ഥ കാലം ഒഴിച്ച് ഇന്ത്യയിൽ അത്തരത്തിലുള്ളൊരു അടിച്ചമർത്തൽ സിനിമയിലോ കലയിലോ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അത് നേരിടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. നമ്മുടെ സമൂഹം വളരെ ജനാധിപത്യപരമായിട്ട് ചിന്തിക്കുന്ന ഉയർന്നൊരു സമൂഹമായതുകൊണ്ട് ഒരിക്കലും അതിനെ അംഗീകരിക്കുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആശങ്കയൊന്നും വേണ്ട, അതിനെ പേടിക്കേണ്ട കാര്യമില്ല. സാറേ, വേറെ ഒരു നമ്മുടെ സ്ഥിരം ഒരു പരിപാടിയാണ്, നമ്മുടെ ഗസ്റ്റിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 സിനിമ 5 ഡയറക്ടർമാർ. സാറിനോട് ആദ്യം ഡയറക്ടേഴ്സ് ചോദിക്കാം. പ്രദീപ് നായർ എന്ന ഡയറക്ടറുടെ വ്യക്തിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്? അതിപ്പോൾ 5 ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുന്ന് വേണേൽ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇഷ്ടപ്പെടുന്നത് സത്യജിത് റായ്. ഇന്ത്യൻ സിനിമയിൽ പിന്നെ ഇപ്പോൾ വിദേശ ന്യൂ വേവ് ഡേയ്സ് എന്ന് പറയുമ്പം ഇന്ത്യൻ സിനിമയിൽ പ്രധാനമായിട്ടും സത്യജിത് റായ് ന്യൂ വേവിൻ്റെ ഭാഗമാണല്ലോ. 1955 തൊട്ട് അദ്ദേഹമാണല്ലോ ഇന്ത്യൻ സിനിമയെ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്നയാൾ. ജീവിച്ചിരിക്കുന്നവരിൽ ഇപ്പം അരവിന്ദൻ്റെ സിനിമകൾ എനിക്ക്, ഇപ്പോൾ അടൂർ സാറിൻ്റെ സിനിമകൾ, പിന്നെ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സിനിമയിലാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഒത്തിരി ആളുകൾ നമ്മൾ വളരെ ആദരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയും പഠിക്കുകയും ചെയ്യുന്ന ഉണ്ട്. അപ്പോൾ അതിപ്പോൾ എല്ലാവരുടെയും പേര് 2 പേരോടുള്ളൂ, 3 സാർ പറയും. അടുത്ത് ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളായതുകൊണ്ട് ദിവസം മിക്കവാറും 2 സിനിമകളെങ്കിലും കാണുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത് കണ്ടിട്ടുള്ള സിനിമകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓസ്കാർ കിട്ടിയിട്ടുള്ള സിനിമകളുണ്ട്, അല്ലെങ്കിൽ കാനിൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരെണ്ണത്തിൻ്റെ മാത്രം പേര് പറയാൻ ആഗ്രഹിക്കുന്നു. സാറ് ഒരു സിംഗിൾ ജൂറി ഉള്ള പരിപാടിയായിരുന്നു എന്നുണ്ടായി, സാറായിരുന്നു ഇതിൻ്റെ ചെയർമാൻ എന്നിരിക്കട്ടെ. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇതിൽ സാറിന് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമ പറ. എന്തെങ്കിലും ഒരു മേഖലയിൽ അവാർഡിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് സാർ ആഗ്രഹിച്ച ഒരു സിനിമ പറ. ഞാനിതിനകത്ത് അതിപ്പോൾ ഞാൻ മാത്രമല്ല, ഓരോ ജൂറി മെമ്പർക്കും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകൾ വരും. അതിനകത്ത് നമ്മൾ ഇത്തരം കാണുന്ന സിനിമകളിൽ എനിക്ക് ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടണം എന്ന് തോന്നും, അല്ലെ അതിനുവേണ്ടി നമ്മൾ വാദിക്കും. അവസാനം കിട്ടാതെ വരുമ്പം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു മറാത്തി എന്നുള്ളൊരു സിനിമയുണ്ട്, വാലി എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് എനിക്ക് ആ സിനിമ, അത് പറയുന്നത് ഈ യാസുനാരി ഓസു എന്ന് പറഞ്ഞ ജാപ്പനീസ് ഫിലിം മേക്കറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്, അതേസമയം നമ്മുടെ അരവിന്ദൻ്റെ ഒരു ശൈലിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടുള്ള വളരെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പേരൊന്നുകൂടെ പറയൂ സാറേ. വാലി എന്നാണ്, ഒരു മറാത്തി സിനിമയാണ്. വളരെ ഈ ലോ ബഡ്ജറ്റ് ചെയ്തിട്ട്, അല്ല ആ വാലി അല്ല, വാലി എന്നുള്ള ഒരു മറാത്തി വാക്കാണ്. അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീവേഷം കെട്ടിയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു കഥയാണത്. പക്ഷെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഈ മുമ്പേ പറഞ്ഞ ആ ഒരു പാറ്റേണിലുള്ള അത് ഓസുവിൻ്റെ സിനിമയുടെ ശൈലി വരുന്നുണ്ട്. അരവിന്ദൻ്റെ സിനിമയെ നമ്മൾ ഇത് നമുക്ക് തോന്നും. പക്ഷെ ആ സിനിമയ്ക്ക് ഒരു മികച്ച സിനിമ അല്ലെങ്കിൽ ഒരു മികച്ച സംവിധായകൻ എന്നുള്ള കിട്ടണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്, അതിന് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ബാക്കിലേക്ക് പോകുമല്ലോ. ഉള്ളൊഴുക്കാണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമ. ഉള്ളൊഴുക്ക് എനിക്കല്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട സിനിമ. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക്. ഇമോഷൻസും അതിൻ്റെ ഒരു ക്രാഫ്റ്റ് വൈസിലും അത് നല്ല ഗംഭീരമായിട്ടുള്ള വർക്കായിരുന്നു. ആടുജീവിതത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും, ആടുജീവിതത്തിന് നമ്മൾ മലയാളികൾ ഭയങ്കരമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചൊരു സിനിമയാണ്. മലയാളികൾ എന്ന് മാത്രമല്ല, ഇന്ത്യയിലുള്ള മറ്റ് പല ഭാഷകളിലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സിനിമയാണ്. ക്രിട്ടിക്കലി ഭയങ്കരമായിട്ട് എല്ലാവരും ആഘോഷിച്ചൊരു സിനിമയാണ്. പക്ഷേ ദേശീയ ചലച്ചിത്ര അവാർഡിലേക്ക് വരുമ്പോഴേക്കും ആടുജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വന്നിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഈ 332 സിനിമയ്ക്കകത്ത് ഓരോന്നും മാറ്റി വെച്ച് ഇന്ന സിനിമയ്ക്ക് കൊടുക്കണം അവാർഡ്, ഇന്ന സിനിമയ്ക്ക് കൊടുക്കണ്ട, ഇന്ന സിനിമ ഭയങ്കരമായ ഹിറ്റായി ഓടിയ സിനിമയാണ്. അങ്ങനെയല്ല ജൂറി ഇതിൻ്റെ സിനിമ. ജൂറിയുടെ മുന്നിൽ വരുന്ന സിനിമകളെല്ലാം സിനിമകളായിട്ട് മാത്രമാണ് കാണുന്നത്. അത് ആരുടെ സിനിമയാണെന്ന് നോക്കുന്നില്ല. പക്ഷേ മനസ്സിലായില്ലേ? ഇത് ആടുജീവിതം കേരളത്തിൽ 10 അവാർഡ് കിട്ടിയതാണ്, അങ്ങനെയല്ല സാർ, രാഷ്ട്രീയ പ്രേരിതമായിട്ട് അതൊന്നും ഒരിക്കലും നോക്കും. രാഷ്ട്രീയം അതിനകത്ത് വരുന്നേ ഇല്ല. ഒരു സിനിമയുടെ രാഷ്ട്രീയം വരുന്നില്ല. എന്ത് രാഷ്ട്രീയം അതിനകത്ത് വരുന്നത്? എന്ത് രാഷ്ട്രീയം അതിനകത്ത് ചർച്ച ചെയ്യുന്നത്? അതൊരിക്കലും വരുന്നില്ല. സിനിമയാണ്, സിനിമയാണ് സ്ക്രീൻ ചെയ്യുന്നത്, സിനിമയാണ് കാണുന്നത്. മനസ്സിലായോ? അതല്ലാണ്ട് ഇതിനകത്ത് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ
നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, ദേശീയ അവാർഡിനെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ ഹിറ്റായിട്ട് ഓടി എന്നുള്ള കാര്യമൊന്നും ഒരിക്കലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത്. സംശയം ചേട്ടാ, ഒരു സിനിമോട്ടോഗ്രാഫർക്ക് അല്ല ഒരു പടത്തിൻ്റെ ഛായാഗ്രഹണം അത്രമേൽ നല്ലതാണെന്ന് നമുക്ക് തോന്നാനായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ. അതെന്താണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അല്ല, അതിപ്പം ഞാൻ പറയേണ്ട കാര്യമല്ല. അപ്പം ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആടുജീവിതത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ചാണ്. അല്ല, ആടുജീവിതത്തിൻ്റെ കമ്പയർഡ് ടു കിട്ടിയിട്ടുള്ളത്. അല്ലല്ല, നിങ്ങളിപ്പോൾ ആടുജീവിതം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ ഇത്രയും 60 സിനിമകളാണ് കണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഈ അപ്പോൾ 60 സിനിമകൾക്കകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മറ്റൊരുപാട് വർക്കുകളുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ കേരളത്തിൽ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിനെ മാത്രമേ വിലയിരുത്തിയിട്ടുള്ളൂ. മറ്റ് ഞങ്ങൾ കാണുന്ന 60 സിനിമകളിൽ അല്ലെങ്കിൽ 332 സിനിമകളിൽ നിന്ന് 60 സിനിമകൾക്കകത്ത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള വേറെ ഒരുപാട് വർക്കുകളുണ്ട്. ആ വർക്കുകൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല സാർ? ആര് പറഞ്ഞ് അംഗീകരിച്ചിട്ടില്ല? അല്ല, അങ്ങനെയാണ് ആ കൂട്ടത്തിൽ നമ്മൾ ആ വർക്കുകളെ കൂടെ കേൾക്കേണ്ടതല്ലായിരുന്നു. അത് നിങ്ങളെങ്ങനെ കേൾക്കുന്നത്? സാറ് പറഞ്ഞിട്ടില്ല. അല്ല, അത് പറയേണ്ട ജോലി എനിക്കില്ല. മനസ്സിലായില്ലേ? ഇന്ന വർക്കുകൾ മികച്ചതായിരുന്നു എന്നും പറയേണ്ട ബാധ്യത ജൂറിക്കില്ല. സാർ കംപ്ലീറ്റ്ലി തൃപ്തനാണ് ഈ വർഷത്തെ അവാർഡ് ദാനം? എന്നെ സംബന്ധിച്ച് ഞാൻ തൃപ്തൻ തന്നെയാണ്. കാര്യം 40ഓളം അവാർഡിനകത്ത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള വിവിധ ഭാഷകളുണ്ടല്ലോ. നമുക്കറിയാൻ മേലാത്ത നമുക്ക് കേൾക്കാത്ത ഭാഷകൾ വരെയുണ്ട്. അതിൽ നിന്നുള്ള സിനിമ. അപ്പോൾ ഈ വർഷം വന്നിട്ടുള്ളൊരു സിനിമ ഗാരോ എന്ന് പറയുന്ന ഒരു ഭാഷ. ഗാരോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. അതേപോലെ തായ്ഫാക്കെ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. ഭാഷ ഈ ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള സിനിമ. അറിയോ സാർ? റിംതോ കിട്ടാങ്ക എന്ന് പറഞ്ഞൊരു ഗാരോ ഭാഷയിലുള്ള സിനിമ. ഈ പായ്താങ് എന്ന് പറഞ്ഞ തായ്ഫാക്കെ എന്ന് പറഞ്ഞ ഭാഷയിലുള്ള. അപ്പോൾ ഈ തായ്ഫാക്കെ എന്ന് പറയുന്ന ആ ഭാഷ ഇപ്പം ഓൾമോസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആ ഭാഷയെ അതിജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ആണ് സിനിമ. ആ സിനിമ വളരെ കാവ്യാത്മകമായിട്ടൊരു സിനിമയാണ്. ഇപ്പോൾ ഈ റിംഗോ കിട്ടാങ്ക എന്ന് പറയുന്ന സിനിമ അത് ആസാമിൻ്റെയും എനിക്ക് തോന്നുന്നു ആസാമിൻ്റെ ഒരു ബോർഡർ ഭാഗത്തുള്ള ഒരു ഭാഷയാണ്. ആസാമിൻ്റെയും മണിപ്പൂരിൻ്റെയും എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ആസാമിൻ്റെയും മണിപ്പൂരിൻ്റെയും ആ ബോർഡറിലുള്ളൊരു ഭാഷയാണ്. ആ റിംഗോ കിട്ടാങ്ക എന്ന് പറയുന്ന സിനിമ വളരെ എക്സലൻ്റായിട്ട് വന്നിട്ടുള്ള അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ കണ്ടാൽ നമ്മൾ ഞെടുങ്ങിപ്പോവും. അത്ര ഗംഭീരമായൊരു വർക്കാണ് സാധനം. അതുപോലെ ഈ പായ്താങ് എന്ന് പറഞ്ഞ ഈ തായ്ഫാക്കെ ഫിലിം വളരെ കാവ്യാത്മകമായ സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സിനിമകൾ, ഒരുപാട് സിനിമകളെ കണ്ടെത്താനും അതിനൊക്കെ ഒരു മികച്ച ഈ ഭാഷയിലുള്ള സിനിമ, തായ്ഫാക്കെ ഭാഷയിലുള്ള സിനിമ എന്നുള്ള രീതിയിൽ, ഗാരോ ഭാഷയിലുള്ള മികച്ച സിനിമ എന്ന് പറയുന്നത് ആ രീതിയിൽ കണ്ടെത്തുക എന്നുള്ളത് ജൂറിയുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അവാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളിന്ന് നോക്കുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ, നിങ്ങൾ ആകെ ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങൾ കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തത്, പിന്നെ വേറെ മറ്റൊന്ന് രണ്ട് പടങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ജൂറിയെ സംബന്ധിച്ച് ജൂറി ഏറ്റവും വലിയ സംതൃപ്തി കാണിക്കുന്ന ഇതേപോലുള്ള ആളുകൾ കാണാത്ത, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ആളുകൾ അറിയാത്ത, അതേസമയം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ഈ അവാർഡിൻ്റെ റൂൾസ് അനുസരിച്ചിട്ടല്ലേ, റെഗുലേഷൻ അനുസരിച്ചിട്ട് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അതിനെ രേഖപ്പെടുത്തുന്ന സിനിമകൾ, അതിനെ കണ്ടെത്താനും അതിനെ അംഗീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ജൂറിയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ചാരിതാർത്ഥ്യം എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും ഒരു അവാർഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകതയും. ഇപ്പോൾ വിവാദം ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. ഞാൻ പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായത്. ഞാനിപ്പോൾ പേഴ്സണലി ഫോൺ വിളിച്ച് വരട്ടല്ലോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനത്തെ തരത്തിലുള്ള യാതൊരു, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ പിന്നെ ഈ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളി ഉണ്ടായിരുന്നു, പലതിനും ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാനങ്ങനെ വേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, എന്നെ അങ്ങനെ മനസ്സിനെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ ആളുകൾ ഈ സിനിമയായിട്ടല്ല കാണുന്നത്. അതിനകത്ത് ഇല്ലാത്ത രാഷ്ട്രീയം കണ്ടെത്തുന്നു. സിനിമ പറയാത്ത രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമയ്ക്കില്ലാത്ത രാഷ്ട്രീയം അതിനെ കണ്ടെത്തി ബാഹ്യമായ രാഷ്ട്രീയം അല്ലെങ്കിൽ ബാഹ്യമായ താല്പര്യങ്ങളെ ഇതിനകത്തേക്ക് അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഒരു എന്താ പറഞ്ഞ ഒരു ചില നിഗമനങ്ങളും അനുമാനങ്ങളും നടത്തി വ്യാഖ്യാനിക്കുക. മനസ്സിലായി? എന്തുകൊണ്ട് അതിന് കിട്ടിയില്ല, അല്ലെ എന്തുകൊണ്ട് ഇതിന് കിട്ടിയെന്നുള്ളത്, ഇതെല്ലാം അനുമാനങ്ങളുടെയും നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകൾ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണ് സാധനം. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല സിനിമയെ തിരിച്ചറിയാനോ അല്ലെ അതിനെ അംഗീകരിക്കാൻ നടത്തുന്ന ആ ഒരു ശ്രമത്തിൽ നിന്നും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനോ അല്ലെ അങ്ങനെ ആളുകളെ അകറ്റും. മനസ്സിലായി? കൂടുതൽ നല്ല സിനിമ എന്താണെന്ന് അറിയാനുള്ള ആളുകളുടെ ശ്രമത്തെ അകറ്റാനായിട്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സഹായിക്കുന്നുള്ളൂ.
അതാണ് എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ എന്നെ വ്യക്തിപരമായിട്ട് അത് ഇത് ചെയ്തിട്ടില്ല. കാര്യം എനിക്കങ്ങനെ അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, വ്യക്തിപരമായിട്ട് എന്നെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. എന്നെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യവുമില്ല. അത് ഞാനത് വ്യക്തമായിട്ട് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. ഞാനതിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊരു കൂട്ടായ ഇതാണ്, അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനകത്ത് അങ്ങനെ അത് മുൻകാലത്ത് ജൂറിയിലിരുന്ന ആളുകൾക്കെല്ലാം അറിയാതെ. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇൻഡസ്ട്രി ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള എതിർപ്പോ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ആരും അതിനെ എതിർത്തിട്ടില്ല. അതല്ലാത്ത ആൾക്കാരാണ്, മനസ്സിലായി, സിനിമ എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഈ പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകും. എന്തുകൊണ്ട് മറ്റേ സിനിമ വന്നിട്ട് ഇത് അവാർഡ് ഡിക്ലെയർ ചെയ്ത് ഇതെല്ലാം വന്നിട്ട് 2-3 ആഴ്ചയ്ക്ക് ശേഷം എന്തുകൊണ്ട് ആ സിനിമ വന്നില്ല? നമ്മൾ ഇതെല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ 330 സിനിമയ്ക്കകത്തുനിന്ന് ഒരു സിനിമ എടുത്ത് അവർക്ക് താല്പര്യമുള്ളൊരു സിനിമയെക്കുറിച്ച് അവർ ചോദിക്കുന്നത്, അവർ ആ സിനിമ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് ആളുകൾ പ്രയത്നിച്ചുണ്ടാക്കിയ ഒരുപാട് സിനിമകളുണ്ട്, അവാർഡ് കിട്ടാതെ പോയിട്ടുള്ള സിനിമകളുണ്ട്. എന്ന് വെച്ചാൽ ആ സിനിമ മോശമാകുന്നില്ല, ഒരിക്കലും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയൊരു സംവിധായകനാണ് ശ്യാംബനകൾ എന്ന് പറയുന്നത്, അല്ലേ? ഇന്ത്യൻ ന്യൂ വേവ് സിനിമ ചുറ്റിച്ചെടുക്കുന്ന വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയുണ്ടായിരുന്നു മുജീബ് എന്ന് പറയുന്ന സിനിമ. അത് ഇന്ത്യയും ബംഗ്ലാദേശും ചേർന്നിട്ടുള്ള ഒരു കോ പ്രൊഡക്ഷനായിരുന്നു. ആ സിനിമയ്ക്ക് ഒരു അവാർഡ് പോലും കൊടുത്തില്ല. ഇപ്പോൾ അദ്ദേഹം മരിച്ചു പോയി, അദ്ദേഹത്തിന് കൊടുക്കേണ്ടതല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമയെ വിലയിരുത്തിയിട്ട് അതിന് എന്താ പറഞ്ഞാൽ ആ രീതിയിൽ കൊടുക്കണ്ട എന്നുള്ളതല്ല, ആ ഒരു പരിഗണനയിലേക്ക് അത് വന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുള്ള സിനിമയായിട്ട് പോലും, മനസ്സിലായില്ലേ? അപ്പോൾ ഗവൺമെൻറ് പറയാമല്ലോ ഇത് കേന്ദ്രത്തിൻ്റെ സിനിമയാണ്, ഇതിന് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ബംഗാളിലെ ഏറ്റവും വലിയ പ്രശസ്തനായ ഒരു സംവിധാനമാണ് ഗൗതം ഘോഷ്. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. കേരളത്തിൽ നേരത്തെ 2 വർഷം മുമ്പ് അദ്ദേഹം ഇവിടുത്തെ ജൂറി ചെയർമാനായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ ഇതേപോലെ ഒരു എന്താ പറയുക ഇറ്റലിയായിട്ട് ചേർന്നിട്ടുള്ള ഒരു കോ പ്രൊഡക്ഷനാണ്, ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ളൊരു കോ പ്രൊഡക്ഷനാണ്, നർമ്മദ നദിയുടെ ഒരു സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് സിനിമ ഫീച്ചർ ഫിലിം. അതൊരു ഫീച്ചർ ഫിലിമാണ്. പക്ഷേ ഞാൻ പറയാം, അതിന് അവാർഡ് കൊടുത്തില്ല. ഇപ്പോൾ ഗൗതം ഘോഷാണ്, അദ്ദേഹം വലിയ ലെജൻഡറി ഡയറക്ടറാണ്, അതുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ആ സിനിമയും മൂല്യനിർണ്ണയം കൊടുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ മൂല്യനിർണ്ണയം വരുമ്പോഴത്തേക്കും അതിനേക്കാൾ മികച്ചത് മറ്റൊന്ന് എന്ന് വരും, ആ രീതിയിൽ വരുമ്പോഴത്തേ അതാ ഞാനിത് പറയാൻ കാര്യം. ആളുകളുടെ പേരോ അല്ലെങ്കിൽ ആളുകൾ മുൻ നേടിയിട്ടുള്ള അംഗീകാരങ്ങളെ വെച്ചിട്ട് മാത്രമല്ല അവാർഡ് കൊടുത്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇന്നയാളുടെ സിനിമ അത് മാറ്റി നിർത്താം, അയാളുടെ രാഷ്ട്രീയം ഇതാണ് അതുകൊണ്ട് മാറ്റാം, അങ്ങനെ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അത് നമ്മുടെ പരിഗണനയെ വരുന്നുമില്ല. നമുക്കത് പരിഗണിക്കേണ്ട കാര്യമില്ല. നമ്മൾ സിനിമ മാത്രമാണെന്ന് പറയുന്നത്. സാർ ഇതുപോലെ തന്നെ 23 സെൻസർ ചെയ്ത പടമായിരുന്നു നമ്മുടെ ഭ്രമയുഗം. അല്ലല്ല, ഭ്രമയുഗമൊക്കെ 24 പടം, 24 സെൻസർ ചെയ്ത. അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ടേക്കോ? അത് ഈ പറഞ്ഞ പോലെ ആരോ പറയുന്നുണ്ടായിരുന്നു ഭ്രമയുഗം അവർ അയച്ചില്ല. ബേസിക് ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ പോലും അറിയാതെ ആളുകൾ ഇതും ചർച്ച ചെയ്യുന്നത്. അത് 2024 സിനിമയല്ലേ, സെൻസർഷിപ്പ് 24. പിന്നെ അത് അങ്ങനെയല്ലേ? അപ്പോൾ അല്ലെങ്കിൽ അവർ അയക്കില്ലേ? ഓക്കെ. അല്ല, അത് ഭയങ്കര വലിയൊരു ഈ ട്രോളായിട്ടോ അല്ല, അത് ഈ ആളുകളുടെ അജ്ഞത കൊണ്ടും ഈ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി. അതായത് ഈ സിനിമ അവാർഡിനെ, അതായത് പ്രത്യേകിച്ചും ഗവൺമെൻറ് നടത്തുന്ന അവാർഡ്, ഇപ്പോൾ ദേശീയ അവാർഡാണേലും സംസ്ഥാന അവാർഡാണേലും അതിനെ അങ്ങ് അപഹസിക്കുക എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകളുടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഭാഗം മീഡിയയുടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണത്. അതേസമയം വെറും എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സംഘടന നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്ന അതിനെ അങ്ങ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതല്ലല്ലോ ഇപ്പോൾ ദേശീയ അവാർഡ് എന്ന് പറയുന്ന അതൊരു ടെലിവിഷൻ കണ്ടൻ്റ് അല്ല, ടെലിവിഷനിൽ ലൈവ് ഷോ അല്ല, മനസ്സിലായേ? അതിന് വേണ്ടിയിട്ടല്ല അവാർഡ് നടത്തുന്നത്. ഞാനതിൻ്റെ കാര്യങ്ങൾ മുമ്പേ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രൈമറി ആയിട്ട് അതിൻ്റെ ഒരു ഉദ്ദേശം. സിനിമയെ നവീകരിക്കുക, നല്ല സിനിമയെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സിനിമയുടെ ക്വാളിറ്റി ഉയർത്തിപ്പിടിക്കുക, കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് മറ്റു തരത്തിലുള്ള യാതൊരു ഈ നമ്മളിപ്പോൾ കാണുന്ന ടെലിവിഷൻ ഷോ അല്ല ഒരിക്കലും അത്. ഇപ്പോൾ ഈവൻ അവാർഡ് ഫംഗ്ഷൻ പോലും അല്ല, കഴിവിന് കൊടുക്കുന്ന ഒരു അംഗീകാരം എന്നുള്ളത് മാത്രമായിട്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ അവാർഡിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ പിരിമുറുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് ഉപകാരപ്പെട്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ പുതിയ അതിഥികളുമായിട്ട് പുതിയ സംസാരങ്ങളോ ആശയങ്ങളോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.
പ്രദീപ് സാർ, നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങളോട് സംസാരിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് തിരക്കുണ്ട്. സാറ് ഇപ്പോൾ ഡൽഹിക്ക് പോകാനായിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നതിന് നമ്മുടെ സ്പോട്ട് ലൈനിൻ്റെ പേരിൽ നന്ദി സാർ. ഓക്കെ, താങ്ക് യു.